കുട്ടിക്ക് അസുഖം വരുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കാണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വളരാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുക എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താണെന്ന് അറിയോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പുറത്ത് കളിക്കുന്ന സമയത്ത് അവർ ഇത്തരത്തിലുള്ള ബാക്ടീരിയ ആയിട്ടും ഈ വൈറസുമായിട്ടൊക്കെ ഇൻട്രാക്റ്റ് നടത്തും. ആ ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് അവരെ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ആക്റ്റീവ് ആവും. ഇങ്ങനെ നമ്മൾ കുട്ടികളെ പുറത്ത് പോകാണ്ട് വീട്ടിനകത്ത് ഇരുത്തി മൊബൈൽ കൊടുത്ത് വീട്ടിനകത്ത് ഇരുത്തി കളിക്കാൻ വിടാണ്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവരെ ഇമ്മ്യൂണിറ്റി ഒന്നും കൂടാൻ പോകുന്നില്ല. ഒരു ദിവസം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മറ്റു കുട്ടികളുടെ ഇൻട്രാക്ട് സമയത്ത് ഇത്തരം ബാക്ടീരിയയും വൈറസുമായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് ഉണ്ടാവുന്നില്ല. അങ്ങനെ അവർക്ക് ജലദോഷം അസുഖവും റിപ്പീറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ പുറത്ത് കളിക്കാൻ വിടുക. മണ്ണിലും വെള്ളത്തിലും വെയിലിലും ഒക്കെ കുട്ടികൾ കളിച്ച് വളർന്നാൽ മാത്രമേ അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. ഹൈജീൻ പ്രാക്ടീസിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ രോഗികളായിട്ട് മാറും. എപ്പോഴും പാരൻസ് പറയുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എൻ്റെ കുട്ടിക്ക് എപ്പോഴും അസുഖമാണ്, എപ്പോഴും ജലദോഷമാണ്. കുട്ടികൾക്ക് സാധാരണ ഈ 5 വയസ്സ് വരെയൊക്കെ ജലദോഷവും പനിയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എൻവയോൺമെൻറ്റുമായിട്ട് ഇടപഴകുന്നതും ഇത്തരത്തിലുള്ള ബാക്ടീരിയയും വൈറസും അവരുടെ ശരീരം അറിയുന്നതും. അതുകൊണ്ട് ഈ സമയത്ത് ജലദോഷവും പനിയും വരുന്നത് കണ്ട് പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അവരെ ഈ ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വിടുവാണ് വേണ്ടത്. പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഹെൽത്ത് നന്നാവുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അതുകൊണ്ട് കുട്ടികളെ കളിക്കാൻ വിടുക. കളിച്ച് വളർന്നതിന് ശേഷം കുട്ടികൾ ഹെൽത്തി ആയിരിക്കുന്നതായിരിക്കും.